ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ അമൃതം പൊടി കൊണ്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അമൃതം പൊടി അറിയാത്തവരായി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അമൃതം പൊടി നമ്മുടെ അംഗൻവാടികളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്മാവ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഉപ്മാവ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ ഉണ്ടാക്കുന്നതാണ്. അത് നമ്മൾ പൊടി കുറച്ച് ചെറിയ തീയിൽ നല്ല രീതിക്ക് വറുത്തെടുക്കണം എന്നുള്ളത് ഒരു ഇതാണ്. നല്ല മണം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരല്പം മധുരം കലർന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉപ്മാവിന് എടുക്കുന്ന സാധനങ്ങളാണ്. അതായത് എന്തൊക്കെയുണ്ട് ഇതിൻ്റെ അകത്ത്: തേങ്ങ ഇടുന്നുണ്ട്, ഉള്ളിയുണ്ട്, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം ചേർക്കുകയാണ്. അപ്പോൾ കടുക് മൂപ്പിച്ചതിന് ശേഷം വറ്റൽമുളകിട്ട് പിന്നെ കറിവേപ്പിലിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു സാധനങ്ങളെല്ലാം കൂടെ അതിൻ്റെ എടുത്തിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ വറുത്തെടുത്തിട്ട് ഈ പൊടി കാണുന്നുണ്ടല്ലോ, ഈ പൊടി ശരിക്കും നമ്മൾ വറുത്തെടുക്കുന്ന കേട്ടോ. ഈ പൊടി വറുത്ത് എടുത്തതിന് ശേഷമാണ് ഈ സാധാരണ കുറച്ച് ഉപ്പുവെള്ളം മതി, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് നല്ല രീതിക്ക് വാടി വന്നതിന് ശേഷം ഈ ഒരു പൊടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കണം. ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരും. വറ്റി വരുമ്പോഴാണ് നല്ല രീതിക്കൊന്ന് വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്ക് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെയാണ് ചെയ്യുന്നത്. വറ്റൽമുളകൊക്കെ ഇട്ട് നമ്മൾ വറുത്തെടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണല്ലോ. അപ്പം നല്ലൊരു ടേസ്റ്റും ഉണ്ട്, നല്ലൊരു ഹെൽത്തിയുമാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇത് അത്ര ഒരു ടേസ്റ്റ് വരുന്നില്ല. ഒരു ചെറിയ തീയിൽ അല്ല ചെറിയ വെള്ളത്തിൽ നമ്മൾ ഉപയോഗിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പറഞ്ഞു തീർത്തു. അപ്പോൾ തേങ്ങയും കൂടി ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചെറിയൊരിളം മധുരവും നല്ലൊരു ഉപ്പ്, എരിവ് ഇതൊക്കെ വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പോരെ കൂടെ അതിൻ്റെ ഹെൽത്തിയും കൂടിയാണ്. എല്ലാം പറഞ്ഞു, ഉപ്പിൻ്റെ കാര്യം മറന്നു, അതും ഇടേണ്ടതാണ്. അപ്പം ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റായി രേഖപ്പെടുത്താം. ഇത്രയൊക്കെയുള്ളൂ. ഓക്കേ.